2025 കലിംഗ സൂപ്പർ കപ്പിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറയുന്നത്. 6 ഫോറിൻ താരങ്ങളെ ഇറക്കി കളിപ്പിക്കാനുള്ള പുതിയ നിയമം ഈ വരുന്ന സൂപ്പർ കപ്പ് 2025 കേരള ബ്ലാസ്റ്റേഴ്സ് നടപ്പിലാക്കുന്നുണ്ട്. പുതിയ കോച്ച്, പുതിയ ടീം എല്ലാം കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വരുന്ന സൂപ്പർ കപ്പിന് ഇറങ്ങാനിരിക്കുന്നത്. അതിശക്തരായ ഈസ്റ്റ് ബംഗാളിനെ തന്നെയാണ് ഫസ്റ്റ് കളിയിൽ നേരിടാൻ പോകുന്നത്. ഈസ്റ്റ് ബംഗാളിലെ അതിശക്തരായ ടീമും ഡിമിത്രിയോസ് ഡയമണ്ടഗോസും കൈൽറ്റൻ സിൽവയും അടങ്ങുന്ന സ്ട്രൈക്കേഴ്സ് പൊസിഷൻ തന്നെയുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ഒഫീഷ്യൽ ജേഴ്സി നിലവിൽ പുറത്തുവിട്ടിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ സ്കോഡും ഒഫീഷ്യലായി പുറത്തുവിടുകയായിരുന്നു. ഏപ്രിൽ 20 നടക്കാൻ പോകുന്ന ആദ്യത്തെ കളി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെതാണ്. 8 മണിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. സൂപ്പർ കപ്പ് നടക്കാൻ ദിവസങ്ങൾക്കകമാണ് ചർത്തിൽ പ്രദേശ് സൂപ്പർ കപ്പിൽ നിന്നും ഒഴിഞ്ഞു മാറിയത്. ഇതോടുകൂടി ഇപ്രാവശ്യത്തെ ഷീൽഡ് വിന്നേഴ്സും ISL ട്രോഫി വിന്നേഴ്സുമായ മോഹൻ ബഗാൻ അടുത്ത ഗ്രൂപ്പ് സ്റ്റേജിലോട്ട് ക്വാളിഫൈഡ് ആവുകയാണ്. ഇത് വല്ലാത്തൊരു വാർത്തയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി വിജയിക്കുകയാണെങ്കിൽ മോഹൻ ബഗാന് നേരെയാണ് കളിക്കാനുള്ളത്. ഇപ്രാവശ്യത്തെ മോഹൻ ബഗാന്റെ സ്ക്വാഡ് അതിശക്തമായൊരു സ്ക്വാഡ് തന്നെയാണ്. ഈ വരുന്ന ഏപ്രിൽ 20 നടക്കുന്ന കളി വിജയിച്ചാൽ ഏപ്രിൽ 26 നടക്കുന്ന മോഹൻ ബഗാനെതിരെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കേണ്ടി വരും. നിലവിൽ ATKയുടെ സ്ക്വാഡിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിക്കാനുള്ള ശേഷിയുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കണമെങ്കിൽ പുതിയ കോച്ചിന്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ പറ്റുകയുള്ളൂ. നിലവിൽ ഇതാദ്യമായാണ് സൂപ്പർ കപ്പിൽ നോക്കൌട്ട് മാച്ച് നടക്കുന്നത്. നോക്കൌട്ട് മാച്ചിൽ വിജയിച്ചാൽ മാത്രമാണ് ഇനി അടുത്ത ഗ്രൂപ്പ് സ്റ്റേജിലോട്ട് കടക്കാൻ പറ്റുക. അടുത്ത ഗ്രൂപ്പ് സ്റ്റേജിലേക്ക് കടന്നാലും ഗതി കെട്ടുകൊണ്ടാണ് ഈ ISL സീസണും കേരള ബ്ലാസ്റ്റേഴ്സ് തീർത്തത്. ഈ വരുന്ന കളിയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചാൽ ഇതുവരെ കപ്പില്ലാത്ത ചരിത്രം മാറും, നാണക്കേടും മാറിക്കിട്ടും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് വളരെയധികം സ്ട്രെങ്ത്തും ശക്തിയും ഉള്ളതാണ്. എന്നാൽ പ്ലേയേഴ്സിനെ വേടിക്കാൻ ഇവർ കൂട്ടാകുന്നില്ല. ഈ വരുന്ന നോക്കൌട്ട് മാച്ചിൽ ഒരു കളി വിജയിക്കൽ കേരള ബ്ലാസ്റ്റേഴ്സ് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് മുന്നിൽ നാണം കെട്ടി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ ആരാധകർക്കും ആഗ്രഹമുള്ള കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്ന് കപ്പടിക്കുക എന്നുള്ളത്. ഐ ലീഗിലെ 4 ടീമുകളും ചർച്ചിൽ പ്രദേശികളാക്കിയാൽ 3 ടീമുകളും ISLലെ 13 ടീമുകളും വളരെയധികം കാഠിന്യമേറിയ ട്രെയിനിങ്ങിലൂടെയാണ് ഈ വരുന്ന സൂപ്പർ കപ്പിന് ഒരുങ്ങുന്നത്. ഇവരെല്ലാം അതിശക്തരായ ടീമായതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വരുന്ന സൂപ്പർ കപ്പ് എടുക്കാൻ സാധ്യതകൾ വളരെയധികം കുറവാണ്. നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക, ഈ വരുന്ന സൂപ്പർ കപ്പ് കേരളം അടിക്കുമോ? നിങ്ങളുടെ വിലപ്പേറിയ ഉത്തരം കമന്റിൽ അറിയിക്കുക, കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്കും പ്ലീസ് സബ്സ്ക്രൈബ്. ഇതുപോലത്തെ സ്പോർട്സ് വീഡിയോക്കായി ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.